ഒരുപാട് വർഷമായി ഡിവൈഎഫ്ഐ പാവപ്പെട്ട രോഗികൾക്ക് ഈ പൊതിച്ചോറ് വിതരണം തുടങ്ങിയിട്ട് അത് ആര് പറഞ്ഞാലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾക്ക് ഇവരോട് പറയാൻ ഒരാഴ്ച നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങളൊന്ന് കൊടുത്തു നോക്കും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി ജില്ലാ ആശുപത്രിയിലെ OP കൗണ്ടറിന് മുന്നിലെ നീണ്ട ക്യൂവും രോഗികൾ നേരിടുന്ന ദുരിതവും. മഴയും വെയിലും അവഗണിച്ച് ആശുപത്രി പ്രവേശന കവാടം വരെ നീളുന്ന ക്യൂ ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസം കൂടുമ്പോൾ OP കൗണ്ടറിലെ ജീവനക്കാർ മാറുന്നതാണ് നിലവിലെ കാലതാമസത്തിന് പ്രധാന കാരണമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് വിശദീകരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിദിനം 1000-ഓളം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന കേന്ദ്രമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി. എന്നാൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കാര്യക്ഷമമായ OP സംവിധാനവും ഒരുക്കുന്നതിൽ ജില്ലാ പഞ്ചായത്ത് പരാജയപ്പെടുകയാണെന്നാണ് പെരിന്തൽമണ്ണ നഗരസഭ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ആരോപിച്ചത്. OP ടിക്കറ്റ് എടുക്കാൻ രോഗികൾ ആശുപത്രി പ്രവേശന കവാടം വരെ നീളുന്ന ക്യൂവിൽ മഴയും വെയിലും സഹിച്ചു നിൽക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും കൌൺസിലിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉന്നയിച്ചു. ഇതൊന്ന് പരിഹരിച്ചിട്ട് വേണം അവിടുത്തെ പാവപ്പെട്ടവരുടെ അന്നം മുടക്കാൻ എന്ന് ഈ ഭരണസമിതി ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് വേണം അന്നം മുടക്കാൻ. അതായത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ പറയാം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലാത്ത ആളുകൾ ആ ഭക്ഷണം മുടക്കുമ്പോൾ ആദ്യം ഇവിടുത്തെ ഈ കുറവുകളൊക്കെ പരിഹരിച്ചിട്ട് വേണം അന്നം മുടക്കാൻ. ആശുപത്രിയിലെ OP കൗണ്ടറിലെ തിരക്കും കാലതാമസവും ഒഴിവാക്കാൻ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നും രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പ്രതിപക്ഷം പറഞ്ഞു. ഇതിന് മറുപടി നൽകിയ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് ആശുപത്രി HMC യോഗത്തിൽ വിഷയം ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു. ബന്ധപ്പെട്ട് ആ കാഷ്വാലിറ്റിയുടെ ഭാഗത്തുള്ള അവിടെ മുഴുവൻ പൊളിച്ചു നീക്കിയപ്പോൾ നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ചില സംവിധാനത്തിന്റെ ഭാഗമാണ് അവിടെ കൗണ്ടറുകൾ രാവിലെ വിട്ടു അവിടെ കൗണ്ടറുകൾ അധികം കൗണ്ടർ വെക്കാൻ കഴിയാത്ത പ്രശ്നം അവിടെ കണ്ടുകൊണ്ട് കൗണ്ടറിന്റെ എണ്ണം കുറഞ്ഞതിന് പ്രശ്നമായി DMO സൂപ്രണ്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അടിയന്തരമായി 2 കൗണ്ടർ കൂടി വെക്കാൻ വേണ്ടി സംവിധാനം ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ടില്ല. ജില്ലാ പ്രസിഡന്റിനെ ഇപ്പോൾ വൈകുന്നേരം വിളിച്ച് അത് സംസാരിക്കും. മൂന്നാമതൊരു പ്രശ്നം അവിടെ പറയുന്നത് ഈ 3 മാസം കൂടുമ്പോൾ ഈ ഡാറ്റ പിന്നെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകളെ 3 മാസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 മാസം വന്ന ആളുകൾ പുതിയൊരാൾ വരുമ്പോൾ അവിടെ സ്പീഡ് കുറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് പരിഹരിക്കാൻ ഒരു മാർഗം വേണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ നമ്മൾ ഈ താൽക്കാലികമായിട്ട് അവിടെ ഈ പുതിയ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നത് വരെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കാൻ നമ്മൾ ഒരു ടെമ്പററി ടെന്റ് പോലെ ഉണ്ടാക്കി അവിടേക്ക് ഈ മാറ്റം എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചത് ചെയ്യാൻ വേണ്ടി പരാമർശിച്ചു. 3 മാസം കൂടുമ്പോൾ OP കൗണ്ടറിലെ ജീവനക്കാർ മാറുന്ന സാഹചര്യമാണ് നിലവിലെ കാലതാമസത്തിന് കാരണമാകുന്നതെന്നും പുതിയ ജീവനക്കാർക്ക് ജോലി പരിചയപ്പെടാൻ സമയം വേണ്ടിവരുന്നതാണ് ക്യൂ വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയില്ലെങ്കിലും OP കൗണ്ടറിലെ നടപടിക്രമങ്ങളുടെ സാവധാനമാണ് ക്യൂ നീളാൻ പ്രധാന കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ ടിക്കറ്റുകൾ നൽകുന്ന സംവിധാനം നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിവാദം പോലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ രോഗികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് ജില്ലാ പഞ്ചായത്തും ബന്ധപ്പെട്ട ഭരണസമിതികളും മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് വേറൊരു വാർത്തയും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വരുന്ന ആളുകളെ ക്യൂ ഏത് രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. നമ്മളെ പുറത്ത് ഓട്ടോ പാർക്കിന്റെ, അതായത് മെയിൻ കവാടത്തിന്റെ മെയിൻ റൂട്ടിലേക്കാണ് ആളുകൾ മഴ കൊണ്ട് വെയിൽ കൊണ്ട് നിൽക്കുകയാണ് പാവപ്പെട്ട രോഗികൾ. അപ്പൊ അന്വേഷണ സമയത്താണ് അറിയുന്നത് ടോക്കൺ കൂടിയിട്ടൊന്നുമില്ല, പഴയ രീതിയിലുള്ള ടോക്കൺ തന്നെയാണ്, കൂടുതൽ രോഗികളൊന്നും വരുന്നത്. പക്ഷെ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റവും, കുറെ കെട്ടിടങ്ങൾ അവിടെ പൊളിച്ചിട്ടിട്ടുണ്ട്, വരുന്ന രോഗികൾ വെയിലത്തും മഴയത്തും നിൽക്കുകയാണ്. ഇതൊന്നും നേരാക്കാത്ത കുറെ ആളുകളാണ് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ആളുകളെ
അന്നം മുടക്കികളായിട്ട് മാറുന്നത്. ഈ പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിൽ എത്ര വർഷമായി DYFI പൊതിച്ചോറ് കൊടുക്കുന്നു? ആർക്കെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടാവും? ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഒരുപാട് വർഷമായി DYFI പാവപ്പെട്ട രോഗികൾക്ക് ഈ പൊതിച്ചോറ് വിതരണം തുടങ്ങിയിട്ട് അത് ആര് പറഞ്ഞാലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾക്ക് ഇവരോട് പറയാൻ ഒരാഴ്ച നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങളൊന്ന് കൊടുത്തു നോക്കും. പ്രതിദിനം നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ OP കൗണ്ടറിലെ തിരക്കും നീണ്ട കാത്തിരിപ്പും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യമാണ് കൗൺസിൽ ചർച്ചയിലൂടെ വീണ്ടും ശക്തമായിരിക്കുന്നത്. രോഗി സൗഹൃദമായ പുതിയ സംവിധാനങ്ങൾ എത്ര വേഗം യാഥാർത്ഥ്യമാക്കുമെന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ ഇവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Learn smartphone and MacBook engineering from Bridco and Bridco, India's first and largest smartphone institute. 100% placement. Bridco guaranteeയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Bridco and Bridco. പണി കൊടുത്ത 4 നൂറ്റാണ്ട്.